മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും വിൻസെന്റിയൻ സഭാംഗവുമായ സിസ്റ്റർ ഇപ്പോൾ കുറവലങ്ങാട് സെന്റ് വിൻസെന്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ സേവനം ചെയ്തു വരുന്നു. സിസ്റ്ററിനെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം 3 വിശിഷ്ട അതിഥികൾ കൂടി നമ്മോടൊപ്പം ഒന്നുണ്ട്. മാള ഹോളിഗ്രേസ് അക്കാദമിയിലെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിവിയ ആണ്. ലിവിയ മാം, സ്വാഗതം. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സിസ്റ്റർ ഷൈല ജോസഫ് FHGS ആണ്. സിസ്റ്റർ മാള ഹോളിഗ്രേസ് അക്കാദമിയിലെ കൗൺസിലറായി സേവനം ചെയ്തു വരികയാണ്. സിസ്റ്ററെ, സ്വാഗതം. മറ്റൊരാൾ കൂടി നമ്മോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് സിസ്റ്റർ ഷിബി പൈനാടത്ത് FSGS. സിസ്റ്ററും മാള ഹോളിഗ്രേസ് അക്കാദമിയിലെ കൗൺസിലറായി സേവനം ചെയ്യുന്നു. സിസ്റ്ററെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിസ്റ്ററെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഒരുപാട് മാനസിക ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള തലങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു കാലത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ളത്. അപ്പോൾ അവരുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള ആശങ്ക, അവരുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടും പല ആശങ്കകളുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് വിവരിക്കാമോ? മാതാപിതാക്കളും മക്കളും എന്ന ഒരു വിഷയം വളരെ ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട്. മാതാപിതാക്കൾക്ക് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ സേവനം ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും ആശങ്കയുണ്ട്, സമൂഹത്തിനുണ്ട്, രാഷ്ട്രത്തിനുണ്ട്. ഇവിടെ ഈ ആശങ്കയ്ക്ക് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പലവിധ പ്രശ്നങ്ങളിലേക്ക് അത് കിടക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് തന്നെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. കാരണം നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പലപ്പോഴും വരുന്ന ഫോൺ കോൾസ് ഇങ്ങനെയാണ്: സിസ്റ്ററെ, ഇമ്മീഡിയറ്റ്ലി ഒരു അപ്പോയിൻമെൻറ്റ് വേണം. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ആണ്. അവനെ ഇതുവരെ പറഞ്ഞിട്ടും അവൻ വരത്തില്ല എന്ന് വരാൻ കൂട്ടാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അപ്പോയിൻമെൻറ്റ് തരണം, ഇവൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നൊരു കുട്ടി, ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു മാതാപിതാക്കളും കുട്ടിയും കൂടിയാണ് നമ്മുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് കയറി വരുന്നത്. ഇപ്പം ഇരിക്കാൻ പറഞ്ഞു. കുട്ടി പെട്ടെന്ന് പറഞ്ഞു, സിസ്റ്റർ, എന്നെ ഇരുത്തേണ്ട കാര്യമില്ല, ഇവർക്കാണ് എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറയാനുള്ളത്, എന്നാന്ന് വെച്ചാൽ കേട്ടിട്ട് ബാക്കി കാര്യം സിസ്റ്ററിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവൻ എന്നോടൊരു അനുവാദം പോലും ചോദിക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ തന്നെ അവൻ്റെ അമ്മ പറഞ്ഞു, ഇത് കണ്ടോ സിസ്റ്ററെ, ഇതാണ് ഇവൻ്റെ ഇപ്പോഴത്തെ നേച്ചർ. പക്ഷേ ഈ കുട്ടി ഇങ്ങനെ അല്ലായിരുന്നു. വളരെ അച്ചടക്കത്തോടുകൂടി അനുസരണയോടുകൂടി പോയിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞാണ്. ഞങ്ങൾക്ക് ശരിക്കും ഇവനെക്കുറിച്ച് വലിയൊരു സ്വപ്നമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഒരു 1-2 മാസങ്ങളായി ഇവൻ്റെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ഞങ്ങൾ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് അവൻ പറയുന്ന വാക്കുകൾ വളരെ നമ്മൾ പറയുന്ന ചീത്തയായിട്ടുള്ള വാക്കുകളാണ്. ഒരു വെർബൽ അബ്യൂസിങ് ആണ് വീട്ടിൽ നടക്കുന്നത്. അവൻ ഫാദറിനോടാണെങ്കിലും അവൻ്റെ അച്ഛനോടാണെങ്കിലും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, എനിക്കറിയാം എൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, ഇതുവരെയും അനുസരണയോടുകൂടി പോയിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തായാലും മാതാപിതാക്കൾക്ക് ഭയങ്കര ആശങ്കയാകും. അപ്പോൾ അവർ വന്ന് ചോദിച്ചത്, സിസ്റ്ററെ, ഞങ്ങൾക്കൊരു സംശയം, ഇവൻ എന്തെങ്കിലും ഡ്രഗ്സ്, എന്തെങ്കിലും മദ്യമോ മയക്കുവസ്തുക്കളോ ഉപയോഗിക്കുന്നുണ്ടോ? അത്രത്തോളം ഒരു മാറ്റമാണ് ഇവൻ്റെ പെരുമാറ്റത്തിൽ, വൈകാരിക തലത്തിലൊക്കെ ഞങ്ങൾ കാണുന്നത്. ഇത്രയൊക്കെ പറഞ്ഞ് വച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയെ വിളിച്ചപ്പോഴത്തേക്കും കുട്ടി ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്: സിസ്റ്ററെ, ഞങ്ങൾ വളരുന്നതനുസരിച്ച് മാതാപിതാക്കളോട് വളരാൻ പറ, കാര്യങ്ങൾ ചിന്തിക്കാൻ പറയാം. ഞാൻ ഇന്ന് ഒരു 6 വയസ്സുള്ളൊരു കുഞ്ഞല്ല, അവരെ അവിടെ ഇരിക്കുന്നു പറയുമ്പോൾ ഞാൻ ഇരിക്കാനുള്ള ആളല്ല. അപ്പോൾ അവൻ്റെ ആ ഒരു സംസാരം കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തൊക്കെയോ അവൻ അടിച്ചമർത്തപ്പെട്ട ഒരു നിലയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ആ കുടുംബത്തിലെ പശ്ചാത്തലത്തിൽ കുറച്ച് സ്വേച്ഛാധിപത്യപരമായിട്ടുള്ളൊരു പാരൻറ്റിങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീടുള്ള സെഷൻസിൽ കുട്ടിയെ ബോധവൽക്കരിക്കുകയും അവൻ്റെ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തൊരു കാര്യം, മാതാപിതാക്കളോടും പാരൻറ്റിങ്ങിനെ കുറിച്ച്, അതായത് രക്ഷകർത്തൃത്വത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇത് ഞാനൊരു എക്സാമ്പിളായിട്ടൊരു കേസ് പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന. ശരിയാണ്. ചെറുപ്പം മുതൽ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും, കുട്ടികളുടെ സ്പീച്ച് ഡെവലപ്മെന്റ്, അവർ സംസാരിക്കുന്നതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അവരോട് ഇങ്ങനെ കൊഞ്ചിയല്ല സംസാരിക്കേണ്ടത്. അവരെ നമ്മുടെ പോലെ ഒരു ഈക്വൽ സ്റ്റാൻസിൽ കണ്ടുകൊണ്ട് കുട്ടികളോട് സംസാരിച്ചാലേ
അവരുടെ പേഴ്സണാലിറ്റി ആയാലും അവരുടെ സ്പീച്ച് ആയാലും അത് അങ്ങനെ ഡെവലപ്പ് ആവുള്ളൂ. സോ ഒരു അഡൾട്ട്ഹുഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈക്വൽസ് എന്നുള്ള രീതിയിൽ വേണം അവരെ കപ്പാസിറ്റേറ്റ് ചെയ്യാൻ. ഇത് പലപ്പോഴും ഗ്രാൻഡ് പേരൻസിന്റെ പ്രസൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതിൽ കൂടുതലും അവരെ ഒന്ന് അവെയർ ആക്കുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ്. കാരണം പ്രത്യേകിച്ചും പേരൻസ് ഒക്കെ വർക്കിന് പോകുന്നവരും ജോബുള്ളവരും പ്രൊഫഷണൽസും ഒക്കെ ആവുമ്പോൾ മാക്സിമം ടൈം കുട്ടികൾ സ്കൂളിൽ പോകാത്ത കാലത്ത് ഗ്രാൻഡ് പേരൻസിന്റെ കൂടിയും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതൊരു അവയർനെസ് കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് സ്കൂളിൽ കൗൺസിലേഴ്സ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും സേവനം അനുഷ്ഠിക്കുമ്പോൾ ഇതുപോലുള്ള ഒത്തിരി കേസുകൾ നമുക്ക് വരാറുണ്ട്. ഇപ്പൊ കുട്ടി തന്നെ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സെയിം ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് സെന്ററിൽ വന്ന ഒരു കുട്ടി, പേരൻസ് പറയുന്ന അവൻ മൊബൈലുമായിട്ട് വീട്ടിലെ മുറിയിൽ ഒതുങ്ങി കൂടുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഫാദർ ഒരു ബിസിനസ്മാനാണ്, അമ്മ ഹൗസ് വൈഫ്. ഫാദർ വന്നു കഴിഞ്ഞാൽ ഉടനെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുട്ടികൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ 3 ആൺകുട്ടികൾ, ഒരാൾ 24 വയസ്സ്, ഒരാൾ 20 വയസ്സ്, ഒരാൾ 18 വയസ്സ്. അപ്പോൾ ഈ 18 വയസ്സുള്ള കുട്ടിയാണ് മുറിയിൽ ഒതുങ്ങി കൂടുന്നത്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പം 6 മണിയാകുമ്പോൾ ഈ 3 ആൺകുട്ടികളും വീട്ടിൽ കയറിക്കൊള്ളണം. മൂത്ത കുട്ടി അത് ഫോളോ ചെയ്തു. രണ്ടാമത്തവൻ അവൻ്റെ ഇഷ്ടമുള്ള പോലെ അവൻ പോകും, ഇവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. മൂന്നാമത്തവൻ ഇതിൻ്റെ രണ്ടിലെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവൻ ഒതുങ്ങി കൂടുവാണ്. അപ്പോൾ ഇവനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ വന്ന് സംസാരിച്ചു. പിറ്റേ ദിവസം പിന്നെ ഫാദർ വന്നു. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ കുറച്ചുകൂടി പെർമിഷൻ കൊടുത്ത് പുറത്ത് പോകാനൊക്കെ ഉള്ളൊരു അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇവന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു അനുഭവം. തീർച്ചയായിട്ടും സിസ്റ്റർ, എനിക്ക് തോന്നുക ഹോളി ഗ്രേസ് മകൾ അക്കാഡമിയിൽ നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ നല്ലൊരു ബന്ധത്തിലാണ് പോകുന്നത്. പേരൻസിന് നൽകുന്നതോടൊപ്പം ഗ്രാൻഡ് പേരൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേരൻസ് ഡേ സെലിബ്രേഷനും ഗ്രാൻഡ് പേരൻസ് ഡേ സെലിബ്രേഷനും ഉണ്ട് അവിടെ. അപ്പം കൂടുതൽ കുട്ടികൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോടൊപ്പമാണ് വളരുന്നത്. അവർ കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നുക ഗ്രാൻഡ് പേരൻസിനും ഒരു അവയർനെസ് പ്രോഗ്രാമൊക്കെ ഇടയ്ക്ക് ഏർപ്പെടുത്തുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ലിവിയ മിസ് ഉണ്ട്, ഞങ്ങളുടെ എല്ലാമായ മിസ്സാണ്. അപ്പം മിസ്സിന് കുറച്ചും കൂടെ ഗ്രാൻഡ് പേരൻസിനെ ബോധവൽക്കരിക്കാനും അങ്ങനെ സ്കൂൾ തലത്തിൽ അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുക. ശരിക്കും ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞു മാത്രമല്ല അവിടെ ജനിക്കുന്നത്, ഒരു അച്ഛൻ ജനിക്കുന്നു, ഒരു അമ്മ ജനിക്കുവാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെയൊക്കെ പാരൻസ് ആണെങ്കിലും ഏത് പാരൻസ് ആണെങ്കിലും വേറെ ട്രെയിനിങ് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ക്വാളിഫിക്കേഷൻ നേടി സർട്ടിഫിക്കറ്റോട് കൂടി ഒന്നും വന്നല്ല കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് തുടങ്ങുന്നത്. അപ്പം ഓരോ കുഞ്ഞിനെയും വളർത്തുമ്പോഴത്തേക്കും ആണ് അവരും പഠിക്കുന്നത് എന്താണ് പാരന്റിങ്. ഇപ്പോൾ സിസ്റ്റർ സൂചിപ്പിച്ച പോലെ 3 കുട്ടികളുള്ള ഒരു കുടുംബത്തിൽ ഓരോ കുട്ടിക്കും ഓരോ നേച്ചറുണ്ട്, അവരുടെ ഒരു ട്രെയിറ്റ് ആണത്. അതായത് അവർക്ക് ജനറ്റിക് ആയിട്ട് കിട്ടിയിരിക്കുന്നതും അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവർ ആർജിച്ചെടുക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരേ ചട്ടക്കൂടി നിന്നുകൊണ്ട് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം കുട്ടികളോടൊപ്പം മാതാപിതാക്കളും വളരുന്നു, വളർത്തുന്നു. ഇതായിരിക്കണം അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അതെ, ഇപ്പൊ നമുക്ക് മനസ്സിലായി മാതാപിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നമ്മൾ മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എക്സ്പ്രസീവ് ലവ് അത് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്. ഇപ്പോൾ എനിക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് ഹാർട്ട് വരച്ച് വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാനദണ്ഡം ആ കുടുംബത്തിലുണ്ടായിരിക്കണം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ടത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ ഇരിക്കുന്നു, സ്നേഹിച്ച് സംസാരിക്കുന്നു, കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നു. ഇനി സ്നേഹത്തോടൊപ്പം തന്നെ അവർക്ക് വേണ്ടതാണ് അവരുടെ ഒരു സ്വാതന്ത്ര്യ മേഖല. ആ കുഞ്ഞിനെ എന്തൊക്കെ അനുവദനീയമാണ്, അവിടെയാണ് ശിക്ഷണം എന്ന് പറയുന്നത്. ശിക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് വടിവെട്ടിക്കൊണ്ടുവന്ന് 2 തല്ല് കൊടുക്കുന്ന കാര്യത്തെ അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ കുഞ്ഞിന് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി കൊടുക്കാനായിട്ട് നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കുഞ്ഞിന് വേണ്ട ഒരു സമയങ്ങളിൽ തിരുത്തൽ കൊടുക്കാനായിട്ട്, സമയാസമയങ്ങളിൽ ഒരു റിവാർഡ് കൊടുക്കാനായിട്ട്, ആ കുഞ്ഞിന് വേണ്ട രീതിയിലുള്ളൊരു പരിരക്ഷ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തിരുത്തലുകൾ കിട്ടുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കിട്ടുന്നു, സ്നേഹം ലഭിക്കുന്നു. പിന്നെ വേണ്ടത് എക്സ്പോഷറാണ്. അതായത് ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നത്, മറ്റുള്ളവരോടൊപ്പമുള്ളൊരു ജീവിതമാണ്. അപ്പോൾ ഇവിടെയെല്ലാം
എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എന്നൊരു കാര്യം, ഒരു മോഡലിംഗ് നമ്മുടെ മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത്. അത് പലപ്പോഴും വീടുകളിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അവർക്കും ആ ചർച്ചയിൽ ഒരു ചെറിയ ഭാഗം, അപ്പൊ നേതൃത്വ പാഠവത്തിലുള്ള ഒരു പരിശീലനം അവർക്ക് ചെറിയ കാലം മുതലേ കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നോ എന്ന് ഡയറക്റ്റ്ലി പറയാണ്ട് ഒരു ഓപ്ഷൻ അവർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് പിക്ക് ചെയ്യും. അപ്പൊ അതിൽ അവർക്ക് മനസ്സിലാവും ഡിസിസീവ് പവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതിപ്പോ ചെറിയ കുട്ടിയല്ല, ഇപ്പൊ 5 വയസ്സുള്ള കുട്ടി എന്ത് തീരുമാനിക്കാനാ എന്ന് മുതിർന്നവർ ചോദിക്കും നിങ്ങളോട്. പക്ഷെ അപ്പൊ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് അവർക്കൊരു ഒരു ഫോഴ്സ് നമ്മൾ സ്ട്രെങ്ത് കൊടുക്കുന്നതാണ്. അത് ഭാവിയിൽ വളരെയധികം ഉപയോഗപ്പെടും. അപ്പൊ ഇങ്ങനെ സിസ്റ്റർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് വായിച്ചാൽ ഒരു കുടുംബത്തിലാണ് കുട്ടി രൂപപ്പെടുന്നത് മെയിൻലി. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. ഇപ്പോൾ ഈ മാം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സന്ദർഭം എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ സിസ്റ്ററിന്? കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ക്ലാസ് ടീച്ചർ റെക്കമെൻഡ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പേരൻസിനെ വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അടുത്ത് വന്ന് ക്ലാസ്സിൽ വന്നപ്പോൾ ടീച്ചർ കംപ്ലൈൻറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ കുട്ടി ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഇടിക്കും, ആര് അവനിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും നോക്കണ്ട. അപ്പോൾ വീട്ടിൽ അമ്മ വന്നു കഴിഞ്ഞ് പറഞ്ഞു, സിസ്റ്റർ ക്ലാസ് ടീച്ചറിനോട് പറയാൻ പറ്റില്ലല്ലോ, ഇവൻ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ്, ആരെന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഫാദർ എങ്ങനെയായിരുന്നു? അത് പറയണ്ട, ഒരു വണ്ടി പോലെ വഴിക്കൂടെ പോകണമെങ്കിൽ ഇവരുടെ പെർമിഷൻ മേടിച്ചിട്ടാണ് പോകാൻ പറ്റുള്ളായിരുന്നു. കാരണം അത്രയും ഈ കുട്ടിയുടെക്കാളും മോശമായിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു, ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു ഫാദർ. അപ്പോൾ ജനറ്റിക്കായിട്ട് ഇത് കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്ലാസ് ടീച്ചർ പരാതി പറഞ്ഞാൽ നമുക്കത് കേൾക്കാനേ പറ്റുള്ളൂ, പക്ഷേ ഇവനെ തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ, മാറുമോ, കൊച്ചിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് വെച്ചപ്പോൾ ഇവൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും എന്ന് അമ്മ പറഞ്ഞു. പക്ഷേ ഇവൻ സമ്മതിച്ചില്ല അന്നേരം. പക്ഷേ പേരൻസ് പോയി കഴിഞ്ഞതിന് ശേഷം ഇവൻ തിരിച്ച് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ പേരൻസ് നോക്കിയേ എത്രമാത്രം വിഷമിച്ചിട്ടാണ് ഇവിടെ വന്നേ, അവർക്കത് തീർച്ചയായിട്ടും മോൻ്റെ ഒരു സ്വഭാവത്തിൽ നിങ്ങൾ വരുമ്പോൾ അത് അവർക്ക് മോശമല്ലേ, ഇതിപ്പം ഞാൻ മാറാം എന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞല്ലോ, ഇപ്പം മാറാമെന്ന് പറയുകയാണെങ്കിൽ മാറുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷം പിറ്റേ ദിവസം ഒരു 4 പ്രാവശ്യമെങ്കിലും കുട്ടി ഓടി ഓടി എൻ്റെ അടുത്ത് വരും, എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് കൊടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് നല്ലൊരു മാറ്റം സ്വഭാവത്തിൽ വന്നിട്ടുണ്ട്. അവധി കഴിഞ്ഞ് വന്നിട്ട് അവൻ ഇന്നലെ ഓടി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവനാ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചില രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പക്ഷെ അവരെ എവിടെയെങ്കിലും സ്വാധീനിക്കുന്നത് കൊണ്ടാകാം. സിസ്റ്റർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുക ചെയ്തത്, ഒരു പ്രാവശ്യം ഒരു കേസ് വന്നപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഗ്രാൻഡ് മദർ പറയുവാണ്. അപ്പം ഈ അതായത് ഈ കുട്ടിയുടെ ഫാദറും കുറച്ച് പിരിവിരിപ്പ് കാര്യങ്ങൾ പ്രശ്നക്കാരനായിരുന്നു. അപ്പം അമ്മ പറയാ, മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ സിസ്റ്റർ എന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ജനറ്റിക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളും കുട്ടികളെ മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കുട്ടിയെ മാത്രം തെറ്റു പറഞ്ഞിട്ടോ അല്ലെ മാതാപിതാക്കളെ മാത്രം തെറ്റു പറഞ്ഞിട്ടോ നമുക്കിതിൻ്റെ അകത്ത് കാര്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിട്ട്, അതായത് കുട്ടികളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് അവരോട് പെരുമാറാനും അല്ലെങ്കിൽ അവർക്ക് അനുസരിച്ചുള്ള ഒരു മോഡലിംഗ് കൊടുക്കാനും ചിലപ്പോൾ ഒരു പ്രോത്സാഹനമായിരിക്കും. എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു അറ്റൻഷൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ അവനൊരു അഫെക്ഷൻ്റെ കുറവ് ചിലപ്പം ഉണ്ടാകാം. എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഇതുപോലെ കാണിക്കുന്നത് അറ്റൻഷൻ്റെ കുറവാണ്, അഫെക്ഷൻ്റെ കുറവാണ് നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് പറയാനും സാധിക്കത്തില്ല. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? അത് ശരിക്കും പറഞ്ഞ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ തന്നെയാണ്. കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റഡീസിൻ്റെ വെളിച്ചത്തിൽ, സയൻറ്റിഫിക് ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു വെളിച്ചത്തിലൊക്കെ നമ്മൾ പറയും ഒരു 6 വയസ്സ് വരെയുള്ള ഏജ് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ എങ്കിലും ഓരോ പ്രായത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. കാരണം ഓരോ പ്രായത്തിൻ്റെയും നീഡ്സ്, അതായത് ആവശ്യങ്ങൾ, ഡ്രൈവ്സ് അത് വേറെയാണ്. അപ്പം ഈ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ കുഞ്ഞായിരുന്നൊരു കൊച്ചിന് 2 വയസ്സ് 3 വയസ്സായിരുന്നുള്ള ഒരു കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കളിപ്പാട്ടം മതിയായിരുന്നു, അല്ലെ ഐസ്ക്രീം മതിയായിരുന്നു, മിഠായി മതിയായിരുന്നു. പക്ഷേ ആ കുട്ടി തന്നെ ഒരു 6-7 വയസ്സായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ ചോദിക്കുന്ന ചിലപ്പോൾ ഇലക്ട്രിക് ഉപകരണം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളാണ് അവൻ ചോദിക്കുന്നത്. അതായത് കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടി അച്ഛൻ്റെ അമ്മയുടെ അടുക്കുന്ന മാറി അവൻ്റേതായിട്ടുള്ള പിയർ ഗ്രൂപ്പിലേക്ക് പോകാനായിട്ടും അവൻ ശ്രമിക്കുന്നത്. അപ്പം
ഈ ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ അവരോട് പെരുമാറാൻ ശ്രമിക്കുമ്പോഴാണ് ഓരോ ആ പ്രായത്തിനുമനുസരിച്ച് ഉയരാനും വളരാനും ആ കുഞ്ഞിന് സാധിക്കുന്നത്. വളരെ പുരാതനമായ ചാണക്യനീതിയിൽ വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് 5 വയസ്സ് വരെയുള്ള കുട്ടികളെ നിങ്ങൾ പാമ്പർ ചെയ്ത് ലാളിച്ച് വളർത്തണം. 5 മുതൽ ഒരു 12 വയസ്സ് വരെ നിങ്ങൾ അടിച്ച് ശിക്ഷണം കൊടുത്ത് വളർത്താം. അതിനുശേഷം നിങ്ങളുടെ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിതയായിട്ടാണ് കുട്ടിയെ കാണേണ്ടത്. അപ്പോൾ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഏജ് മുതൽ ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ പലപ്പോഴും അത് മാതാപിതാക്കളുടെ സ്ട്രെസ് കാരണമോ അവരുടെ തിരക്കുകൾ മൂലമോ അല്ലെങ്കിൽ അജ്ഞത കാരണമോ ഈ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നില്ല. അവർ ആ പാമ്പറിംഗ് എന്നുള്ളെങ്കിൽ അതിൽ തന്നെയാണ് നിൽക്കുന്നത് അവർ ടീനേജ് കഴിയുന്നത് വരെ. ആ ഒരു ട്രാൻസിഷൻ വേണം. ജോലിയായിട്ട് നമ്മുടെ മാതാപിതാക്കൾ 24 അവേഴ്സ് നീങ്ങുകയാണ്. അവർക്ക് വീട്ടിൽ വന്നാൽ തിരക്ക്, ഓഫീസിൽ ചെന്ന തിരക്ക്. പക്ഷെ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് ഒരു സമയം അവർ കൊടുക്കുന്നില്ല. പണം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ATM ആയിട്ട് പേരൻസ് പലപ്പോഴും പ്രവർത്തിക്കുകയാണ്. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ ലിവിയ മാം ഒരു അമ്മയാണ്, അതുപോലെ തന്നെ സ്കൂളിലെ ഓഫീസർ, എല്ലാ കാര്യവും സ്കൂളിൽ ഓടി നടന്ന് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഒരു മോഡലായിട്ടാണ്. പക്ഷേ അതേസമയം കുട്ടികളെ 2 മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ട്. കാരണം ലിവിയ മിസ്സിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയ മോളെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറയാം, സിസ്റ്ററെ അതിന് ഞങ്ങൾ ചിലവും ചെയ്തു, അപ്പോൾ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയാം, അത് ഞാൻ അന്ന് സിസ്റ്ററിനെ കണ്ടില്ലല്ലോ. പക്ഷേ അവൾ അമ്മയുടെ ആ സന്തോഷത്തിൽ എടുക്കുന്ന ഒരു പാട്ടുണ്ട്, ഞങ്ങളെല്ലാവർക്കും കൊടുത്തായിരുന്നു, സിസ്റ്ററിനെ കാണാത്തതുകൊണ്ടാണ് തരായിരുന്നത്. പക്ഷേ അമ്മ അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ചു എന്നതിൻ്റെ ഒരു ഇതാണ് അവൾ പറയുന്നത്. ഞങ്ങൾക്ക് അമ്മയുടെ കൂടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സ്കൂളുണ്ടല്ലോ ഇവിടെ. എങ്കിലും എൻ്റെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ വിശേഷവും ഞങ്ങളോട് ഷെയർ ചെയ്തു. ഞങ്ങൾക്കത് കേൾക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ ഞങ്ങളോടും പറഞ്ഞു, അമ്മ ഗ്രാൻഡ് പേരൻസിനോടും അത് പങ്കുവെച്ചു എന്ന്. അപ്പം ഒരു ടൈം അതിൻ്റെ ഇടയിൽ മിസ്സ് കണ്ടെത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ മിസ്സിനെ പോലെ തന്നെയുള്ള പേരൻസാണ് നമ്മുടെ ഈ സമൂഹത്തിന് ചുറ്റുമുള്ളത്. അപ്പോൾ ഒരു കുറച്ച് സമയം കുട്ടികളോടൊപ്പമായിരിക്കുകയാണെങ്കിൽ അവരെ കൂടെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ പോയിന്റ് ആഡ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞു, എൻ്റെ യങ്ങർ ബ്രദറിൻ്റെ ബാപ്റ്റിസം ആയിരുന്നു. പക്ഷെ അപ്പം ഞാൻ ചോദിച്ചു, എത്ര പേരെ നിങ്ങൾ വിളിക്കുന്നുണ്ട്? അത് 20 പേരേന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് 20 പേരെ വിളിക്കും, പപ്പയുടെ വീട്ടിൽ നിന്ന് 25 പേരെ വിളിക്കും. അപ്പോൾ എന്ത് പപ്പയുടെ വീട്ടിൽ നിന്ന് 25 പേരെ? 5 പേരെ എൻ്റെ ക്ലാസ്മേറ്റ്സിന് ഞാൻ ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവന് കൂടി ഒരു പങ്കാളിത്തം ഉണ്ട് അവിടെ. അവർ മാറ്റി നിർത്തുന്നില്ല കുട്ടിയെ കൂടെ. പിന്നെ സിസ്റ്ററിനെ ഞാൻ വിളിക്കാട്ടെ, ചിക്കനൊക്കെ എടുക്കുന്ന ദിവസം സിസ്റ്ററിനെ വിളിക്കാം. കാരണം വെള്ളിയാഴ്ചത്തെ സെലിബ്രേഷൻ സിസ്റ്റർ വന്നാൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ അത്രമാത്രം ഇൻവോൾവ് ആണ് അവരുടെ കാര്യത്തിൽ എന്ന് എനിക്ക് ബോധ്യമായി. അതുപോലെ പേരൻസ് നല്ല കാര്യങ്ങൾക്ക് കുട്ടികളെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. ജസ്റ്റ് പറഞ്ഞ വളരെ നല്ലൊരു പോയിന്റാണ്. അതായത് വീട്ടിലെടുക്കുന്ന ഡിസിഷൻസ്, അല്ലെ വീട്ടിലെ സെലിബ്രേഷൻസ്, അല്ലെ വീട്ടിലെ മാതാപിതാക്കളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രോഗ്രസ്, ഡെവലപ്മെന്റ്, ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കുന്നു, അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. അതാണ് ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ ഒരമ്മയാണ്, ജോലിയും എല്ലാം നന്നായിട്ട് ചെയ്യുന്നു. അപ്പോൾ കണ്ടെത്തേണ്ട സമയം അല്ലെങ്കിൽ കണ്ടെത്തുന്ന സമയം അതൊന്ന് വിവരിക്കാൻ പറ്റുമോ? കണ്ടെത്തുന്ന സമയം കുട്ടികൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ എപ്പോൾ അവർ തയ്യാറാവുന്നു അപ്പോൾ നിങ്ങളൊരു ചെറിയ സ്പേസ് കൊടുക്കുക. അല്ലാണ്ട് ഇപ്പൊ ഈ പണി കഴിഞ്ഞു, ആ പണി കഴിഞ്ഞു, ഇന്ന് ഈ 5 മണി മുതൽ 6 മണി വരെ വാ, എല്ലാവരും വന്നിരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ സംസാരിക്കും. അതല്ലാണ്ട് അവർ ഓപ്പൺ അപ്പ് ആവുന്ന ചില സ്പേസ് ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ളതാണ്. കുട്ടികൾ പലപ്പോഴും ഓപ്പൺ അപ്പ് ആവില്ല, അവർ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അവർ പറയും അമ്മേ, അപ്പാപ്പ, അമ്മാമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് ചെവി കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ ഒരു സെന്റൻസ് കംപ്ലീറ്റ്ലി പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയല്ല, ശരിക്ക് പറയൂ എന്നല്ലാണ്ട് പറയൂ, കേൾക്കട്ടെ, ശരി, ഒന്ന് മൂളിക്കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് പറയാനുള്ള ആശയങ്ങൾ മുഴുവൻ അവർ നമ്മളോട് പറയും. അപ്പൊ അവർ എപ്പോഴാണോ നമ്മളോട് സംസാരിക്കാൻ തയ്യാറാവുന്നത് ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു വിൻഡോ കൊടുക്കുക. അപ്പോഴാണ് അവർ കൂടുതൽ എക്സ്പ്രസീവ് ആവുക, നമ്മളോട് പറയാൻ തൽപരരാവുക. നമ്മൾ കമ്പല് ചെയ്യരുത്. അതെ, അവർ ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആകുക. പിന്നീട് ഞാൻ പലപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് സ്കൂൾ വിട്ടു വരുമ്പോൾ ഇന്ന് എന്താ പഠിച്ചേ, ഇന്ന് എന്താ ഹോംവർക്ക്, ഇന്ന് എന്തൊക്കെ എഴുതി, അത് ചിലപ്പോൾ അവർ പറഞ്ഞോളണമെന്നില്ല. ഇന്ന് ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, ആ കുട്ടി എന്താ കൊണ്ടുവന്നേ, ഇന്ന് നന്നായിരുന്നോ, ഭക്ഷണം നന്നായിരുന്നോ, അല്ലെങ്കിൽ എവിടെയാ കളിക്കാൻ പോയേ,
അങ്ങനെയുള്ളത് പറഞ്ഞാൽ ബാക്കിയുള്ളത് അതിന്റെ കൂടെ വന്നുകൊള്ളും എന്നാണ് ഒരു ഒബ്സർവേഷൻ നമുക്ക് പലപ്പോഴും മാം ഉണ്ടാവാറ്. പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം നമുക്കൊരു വൈവ എടുക്കുന്നത് പോലെ അതെ, അതാണ്. ഒരു എക്സാം ഓറിയന്റഡ് ആയതുപോലെ ഓക്കെ 5:30 മുതൽ 6:30 വരെ നമ്മുടെ ഫാമിലി ടൈമാണ്, എല്ലാവരും വന്നിരിക്കുക, പിന്നെ എല്ലാവരും ചെയറിലിരുന്നു, എന്നിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അങ്ങനെ പറ്റില്ല. ഒരു കുടുംബത്തിന്റെ ഒരു പരിസ്ഥിതിയിൽ അവിടെ അമ്മ ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷേ കുഞ്ഞു പറയുന്ന കാര്യം ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ കുട്ടികളും നമ്മളെ പറ്റിക്കാന്നൊക്കെ ഓർത്തുണ്ടാക്കിയായിരിക്കും ഇരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കേസ് ഓർത്തു പോവുകയാണ്. ഒരു കുട്ടി സ്കൂളിലേക്ക് പൈസ കൊണ്ട് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് 50 രൂപ കൊണ്ടുപോകണം. അപ്പോൾ ഇവൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയോട് പറഞ്ഞു 50 രൂപ നാളത്തേക്ക് തന്നു വിടണം എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിറ്റേ ദിവസം ചോദിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, ഞാൻ കേട്ടില്ലല്ലോ, നീ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞായിരുന്നു എന്ന്. അപ്പോൾ ഇതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇവൻ ഒരു സാധനം, അതായത് കുറച്ച് വിലപിടിപ്പുള്ള ഒരു ഗാഡ്ജറ്റ് സ്കൂളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സ്കൂളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അത് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു. അപ്പം പറഞ്ഞു, ഞാൻ കേട്ടതേ ഇല്ല. അപ്പം ഇവൻ പറയും, പണ്ട് ഞാൻ 50 രൂപ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞില്ലല്ലോ. പക്ഷേ നമ്മൾ സെഷന്റെ ഇടയ്ക്ക് നമ്മൾ ചോദിച്ചു വന്നപ്പോൾ മോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടിയല്ല, അമ്മ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയോടൊന്നും ചോദിച്ചില്ല, ഇതെടുത്തുകൊണ്ട് പോയതാന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ സംസാരിക്കുന്ന ആ വിധം ചിലപ്പോൾ ശരിക്കുള്ള ഒരു കോൺവെർസേഷൻ മോഡൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷേ അവരെ നമ്മൾ ശ്രദ്ധിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യണം. അവിടെ നമ്മൾ അതിപ്പോൾ പറഞ്ഞ കാര്യമല്ല, അതൊന്നും വലിയ വില കൽപ്പിക്കേണ്ട കാര്യമല്ല എന്നോർക്കരുത്. അപ്പോൾ മാം പറഞ്ഞ പോലെ ഒരു പ്രത്യേക സമയം അതിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ഫേസ് ടു ഫേസ് കേൾക്കുക എന്നുള്ളതോ അല്ല, മറിച്ച് നമ്മുടെ ജോലികൾക്കിടയിലും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് സമയത്തിന്റെ പേരിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ തിരക്കുള്ള ഒരു ജീവിതമാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ. അപ്പോൾ ആ ഒരു തിരക്കേറിയ ജീവിതം ഈ കുട്ടികളുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ അവരുടെ മറ്റ് പ്രശ്നങ്ങൾക്ക് അതൊരു കാരണമാവാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പേസ് മാത്രമല്ല. മാനസിക ആരോഗ്യം ലഭിക്കണമെങ്കിൽ സമഗ്രത ആവശ്യമാണ്. അതായത് ഫിസിയോളജി, നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെ നിറവേറ്റപ്പെടണം, ആ ശാരീരികമായിട്ടുള്ളൊരു ആരോഗ്യം വേണം, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ളൊരു സന്തോഷം വേണം, സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ വേണം, ആത്മീയ തലത്തിലെ ബന്ധങ്ങൾ വേണം, ആത്മീയമായ വിശ്വാസ തലത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മാതാപിതാക്കളുടെ സമയമില്ലായ്മ ചിലപ്പോൾ കുട്ടികൾക്കൊരു മാൽന്യൂട്രീഷനിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഭക്ഷണം കൊടുക്കാനായിട്ട് സമയമില്ല, അല്ലെങ്കിൽ അവരെ ഇരുന്ന് കഴിപ്പിക്കാനായിട്ടുള്ള ഒരു സമയമില്ല. ഇനി സമയമില്ലാത്തത് കൊണ്ട് അടുക്കളയിൽ പാചകം ചെയ്യുന്നില്ല, ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജങ്ക് ഫുഡ്സിൻ്റെ ഒരു വീട്ടിലെ ഉപയോഗം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കുഞ്ഞിൻ്റെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അപ്പം ശാരീരികമായിട്ട് കുഞ്ഞ് ആരോഗ്യമില്ലാതെ വരുമ്പോൾ, രോഗാവസ്ഥയിലേക്ക് വരുമ്പോൾ, അത് ആ കുഞ്ഞിൻ്റെ മാനസികാരോഗ്യത്തെയും ആ കുടുംബത്തിൻ്റെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ചെയിൻ സർവീസാണ്. സമയമില്ല എന്ന് പറഞ്ഞാൽ വിട്ടുകളയുന്ന കാര്യങ്ങളിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് കൃത്യമായി നടക്കുന്നുണ്ടോ? ചിലപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും, ഒരു 3-4 മാസമായപ്പോൾ കുഞ്ഞ് കമന്ന് വീണായിരുന്നോ? അപ്പോൾ ഒരു കൃത്യമായിട്ട് അറിയത്തില്ല, എപ്പോഴും നോക്കിയപ്പോൾ കമന്ന് വീണ് കിടപ്പുണ്ട്. അപ്പോൾ ശരിക്കും അവർക്ക് ആ ഒരു സമയപരിധി പോലും അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ അത് ഡിലേഡ് മൈൽസ്റ്റോൺ ആണോ എന്നറിയണമെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അപ്പം ഇതുപോലെ തന്നെ ആ കുഞ്ഞിൽ ഒരു വിശ്വാസ ജീവിതം, ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ കുഞ്ഞ് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിൻ്റെയൊക്കെയല്ല, ഈ മാതാപിതാക്കളുടെ സമയമാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒരു തലത്തിൽ മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ശൂന്യത അനുഭവപ്പെടുന്നത്, അവരുടെ എല്ലാ തലത്തിലും, അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ തലത്തിനെയും അത് ബാധിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.